വേൾഡ്. അപ്പോൾ ഗായ്സ് ഇന്ന് റംലാൻ ഡേ 2 ആണ് ഗായ്സ്. അപ്പോൾ ഇഫ്താർ ഡേ 2 ആണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ഗായ്സ്. കാരണം ഇന്നലെ മാഷാഅല്ലാഹ് നമ്മൾ ഒരു നോമ്പ് കംപ്ലീറ്റ് ചെയ്തു. വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അപ്പോൾ ഇന്നത്തെ നോമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം ഏതാണ് കയ്യിൽ വച്ചിരുന്നിട്ട് ഞാൻ അപ്പുറത്ത് ടൈം നോക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ അധികം വ്ളോഗ് ഭയങ്കര നീട്ടിയെടുത്ത് 3 മിനിറ്റിൻ്റെ വ്ളോഗായിരുന്നു ഇന്നലെ നമ്മുടേത്. കാരണം ഗൈസ് നോമ്പ് പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ എന്നെ പോലെ മടിച്ചായിട്ടുള്ള സാധനം വേറെ ലോകത്ത് കാണത്തില്ല. കാരണം എനിക്ക് അല്ലേലേ ഭയങ്കര മടിയാണ്. അത് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെയല്ല, മൊത്തത്തിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ പിന്നെ നോമ്പ് പിടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും മാറി, കാരണം ഫസ്റ്റ് നോമ്പല്ലേ നമ്മൾ ആ ഒരു ഇനി 3-4 ദിവസം കഴിയുമ്പോൾ അതൊന്ന് ശീലമായി വരുന്നിടം വരെ നമ്മൾ ആ ഒരു പഴയ ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭയങ്കര ലേസി ആയിട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാ വീഡിയോ എടുത്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ആ അവസ്ഥയാണ്. രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടു, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം അതിൻ്റെ കുറവൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സെറ്റാക്കണം. അപ്പം ഞാൻ വിചാരിച്ചോ ഇന്നോട്ട് വീഡിയോ ഒക്കെ എടുക്കണം. എത്ര നേരത്തേക്ക് ഈ ഉത്സാഹം കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ പക്ഷെ ഇന്നത്തെ നോമ്പിന് എനിക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ രാവിലെ വെള്ളം കുടിച്ചില്ല ഗൈസ്. അപ്പോൾ ആ ഒരു ചെറിയൊരു വിഷയമുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് വയറുവേദനയൊക്കെ വരും. അതുകൊണ്ട് എനിക്കിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അധികം പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവുമോ എന്നുള്ള പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ അധികം വെയിലത്തോട്ടൊന്നും ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് കുളിക്കരുതെന്നൊക്കെ മറ്റും എന്നോട് പറയാറുണ്ട്. കാരണം നമ്മൾ ക്ഷീണം വന്നിട്ട് കുളിക്കരുത്, അപ്പോൾ നമുക്ക് സുഖം അങ്ങനെ കുളിക്കല്ലെന്ന് തന്നെ വഴക്ക് പറയും. പണ്ടൊക്കെ ഞാൻ അങ്ങനെ കുളിക്കുമായിരുന്നു. അപ്പോൾ മറ്റും എന്നെ വഴക്ക് പറയും. അപ്പം മറ്റു പറഞ്ഞ് നേരത്തെ പോയി കുളിക്കാനൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ സമയം 2 മണിയാവുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ അല്ല, പക്ഷേ ഞാൻ എണ്ണീറ്റപ്പോൾ, അതായത് ഗൈസ് ഇപ്പോൾ ഈ നോമ്പൊക്കെ പിടിച്ചിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ടായിരുന്നു കിടന്നത്. നിസ്കരിച്ചു, പഠിച്ചു, അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കിടന്നത്. അപ്പോൾ പിന്നെ എണീക്കാനും കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നിന്നു. പിന്നെ മീമിക്ക് ഇന്ന് 2 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സാധനം മേടിക്കാൻ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ ഹരിപ്പാട് ഒക്കെ പോയിട്ട് തിരിച്ച് വന്ന് നിക്കൂച്ചൻ 2-3 ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അത് കഴിഞ്ഞ് പോയി കുളിച്ച് നിസ്കരിച്ച് ഇപ്പോൾ ദാണ്ട ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് മിമ്മിയോട് പറഞ്ഞു, ഇപ്പം ഞാൻ പൊട്ടില്ലേ, പിന്നെ അവസാനം വൈകിട്ട് വീഡിയോ ഇടാനാകുമ്പോഴത്തേക്കും വീഡിയോ ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ നോമ്പെന്നൊക്കെ കമൻറ്റ് ചെയ്യുക, ഇല്ലേ ഇന്നത്തെ നോമ്പെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒത്തിരി സന്തോഷം ഗൈസ്. കാരണം നമ്മൾ റമദാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രോബബ്ലി നമ്മളെല്ലാവരും അത് വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പട്ടിണി പാവങ്ങളുടെ വിശപ്പറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വിശപ്പറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിക്കുന്നതാണ് നോമ്പ് എന്ന് പറയാറുണ്ട്. കാരണം എത്രയോ നമ്മളൊക്കെ ഫുഡ് വേസ്റ്റ് ആക്കുമ്പോൾ എത്രയോ പേര് അതൊന്നും കിട്ടാതെ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ നോമ്പ് പിടിക്കുമ്പോൾ ദാഹിക്കുമ്പോൾ ഒക്കെ നമ്മൾ അറിയാതെ നമ്മളല്ലാണ്ട് നമ്മൾ അവരെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഓർക്കുന്നവരുണ്ട്, എന്നാലും പലരും ഓർക്കാറില്ല. കാരണം അവർ ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമ്മൾ ഈ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ അറിയാതെ അവരെക്കുറിച്ച് ഓർത്ത് പോകും. അപ്പം നമ്മൾ അവരുടെ വിഷമങ്ങൾ അറിയും. അപ്പം നമുക്ക് ആ ദാഹമൊക്കെ മാറിയിട്ട് നമ്മൾ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ടി അല്ലെ പഠിച്ചോന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നോമ്പ് പിടിക്കും. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പ് പിടിക്കുന്നത്. പിന്നെ എനിക്ക് ആകെ കുറച്ച് മടിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇടയത്താഴത്തിന് എണീക്കാനാണ്. അപ്പോൾ എന്നെ എന്തായാലും ഡെഫിനറ്റായിട്ട് കുത്തി പൊക്കും, അത് ഉറപ്പാണ്. നമ്മൾ വെളുപ്പിനെ എണീറ്റിട്ട് എൻ്റെ ഈ ഉറക്കച്ചടവിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വെളുപ്പിനെ എടുക്കാത്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നോമ്പ് പിടിക്കുന്നെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുന്നത്, എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റിപ്ലൈ ഒക്കെ കമൻറ്റിലൂടെ തരിക. അപ്പോൾ നമ്മുടെ ഒരു നോമ്പ് കംപ്ലീറ്റ് ആയി, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ അധികം ഫുഡൊന്നും ഉണ്ടാക്കില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസൺ. കാരണം നമ്മൾ കളയാനായിട്ട് ഫുഡ് ഉണ്ടാക്കാറില്ല.
അപ്പോൾ ഓവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പ് പിടിക്കുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. ഇത് തിന്നണം അത് തിന്നണം എന്നൊക്കെ ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞ് ഈന്തപ്പഴവും വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ക്രേവിങ്സ് എല്ലാം പോവും. പിന്നെ എന്തെങ്കിലും ഒരു പൊരി സാധനം, അത് മസ്റ്റല്ല, ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഉണ്ടെങ്കിൽ അതിലായിരിക്കും ആദ്യം കഴിച്ചെന്ന്. അതെന്താ ഒരു ഡിസോർഡറാണ് ഗൈസ്. അതങ്ങനെ പോകത്തുള്ളൂ. പൊരി സാധനത്തിലോട്ട് ആദ്യം കൈ പോകും. അതെനിക്ക് അറിഞ്ഞൂടാ, അതങ്ങനെയാണ്. കുറയ്ക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അതൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇന്നും ഉണ്ടാക്കുന്നതാണ് മീമിയുടെ ഓർഡർ വന്നിരിക്കുന്നത്. അപ്പം മീമി ഭയങ്കര ടയർഡാണ്, കാരണം ഈ നോമ്പ് പിടിച്ചോണ്ടൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാ, അപ്പോൾ ഇനി നമുക്കിപ്പോൾ 2 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി അടുക്കളയിലൊക്കെ പോയിട്ടൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ബാങ്ക് വിളിക്കും. അപ്പോൾ നിസ്കരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ചെന്നിട്ട് അടുക്കളയിൽ എന്താ ഇപ്പം മിമി കേക്ക് ഉണ്ടാക്കുമായിരുന്നു, നമുക്ക് ചെന്ന് നോക്കാം അവിടെ എന്താ പരിപാടിന്ന് നമുക്ക് ചെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി റംസാൻ മുബാറക് ആശംസിക്കുന്നു ഗായ്സ്. അപ്പോൾ ഗണാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗണാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ മിമി? അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഇപ്പോഴത്തെ ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ കേക്കിൻ്റെ ഇത് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൻ്റെ തമ്പനയിലും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വന്നപ്പോൾ അത് ഇവിടെ പകുതി പണി കഴിയാറായി. മറ്റു ചീനി സെറ്റാക്കി കഴിഞ്ഞല്ലേ മറ്റു? യെസ്, മറ്റു ചീനി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ഗൈസ്, ഇന്ന് ഇടയത്താഴത്തിന് കഴിച്ചത് ചീനിയും കഞ്ഞിയുമായിരുന്നു ഗൈസ്. ഇത് എന്തുവാ? കരൾ. ഇന്ന് കരളിന്റെ കറിയാ. അപ്പം മീമിയുടെ പാട്ട് അവിടുന്ന് കേൾക്കുന്നു. അപ്പൊ ഇന്ന് ബീഫ് കറി ഇല്ല. ഓഹോ, അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്നാ നോക്കാം. ഇത് മറ്റാപ്പി എങ്ങനെയുണ്ട് നോമ്പ്? മറ്റാപ്പി പച്ചമുളക് എടുത്ത് ഫ്രീസറിൽ വെച്ചു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറയാണ്. ഭയങ്കര വെയിലാണ് ഗൈസ്, കണ്ടോ? ഭയങ്കര വെയിൽ, നല്ല ഭംഗിൻ്റെ ആണ് കേട്ടോ. ഭയങ്കര വെയിൽ, ഇത് കണ്ടോ? ഇവിടെയൊക്കെ പൊള്ളിയിട്ട് വയ്യ, ഭയങ്കര ചൂട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവുന്ന ഫീല്. അയ്യോ ഗായ്സ്, എനിക്ക് എന്താ പറയാ, സെറ്റ് ചെയ്തു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ വൈകിട്ടത്ത് മറ്റു ഉള്ളിയൊക്കെ വഴറ്റുന്നുണ്ട്, കാരണം കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ കരളാണ്, ബീഫിൻ്റെ കരളിൻ്റെ കറിയാണ് ഇന്ന്. കരളെ അപ്പം മിമ്മി അവിടെ നിന്ന് പാട്ടൊക്കെ പാടി കേട്ടോ, മറ്റേ ഭയങ്കര പാട്ടാണ് ഗായ്സ്. അപ്പോൾ അതാണ് ഇന്നത്തെ കറി. അപ്പോൾ നിക്കൂച്ചൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ കരളിൻ്റെ കറി കൂട്ടാത്തത്. അപ്പോൾ നിക്കൂച്ചന് വേണ്ടി കുറച്ച് ബീഫ് കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഭയങ്കര കൂട്ടുന്നതാണ്. ഞാൻ ചില സമയമൊക്കെ കൂട്ടാറുണ്ട്. അപ്പം നമുക്ക് അതൊന്നും കുഴപ്പമില്ല. അടുത്ത ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മീനിയുടെ ആസ്ഥാന ഗായികയായ മീനി ഇവിടെ നിൽപ്പുണ്ടെന്ന്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി അല്ലേ ഇത്, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത് നമ്മുടെ ഐസ്ക്രീം 10 രൂപയുടെ ഐസ്ക്രീമിൻ്റെ കൂടെ കിട്ടുന്ന സ്പൂണാണ് ഗൈസ്. നമ്മൾ ഇതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും നമ്മൾ ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ നിക്കൂച്ചൻ ജോലിക്ക് പോയേക്കുന്നത് കൊണ്ട് നിക്കൂച്ചൻ വൈകിട്ട് ഒരു 6 or 6:15 ആകുമ്പോഴാണ് വരുന്നത്. ഇത് ജീരകം, എന്ത് ജീരകം? പെരിഞ്ജീരകം. പെരിഞ്ജീരകം ആണ് ആദ്യം വെച്ചേക്കുന്നത്. കുരുമുളക് പൊടി. ഇവിടെ കുരുമുളക് പൊടി വിട്ടൊരു കളിയില്ല ഗൈസ്. അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്ത് കറി വെച്ചാലും കുരുമുളക് പൊടിയിലാണ്. ചുമന്ന കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അത് ഇപ്പം നിങ്ങളാണ് കൂട്ടുന്നതെങ്കിൽ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ മറ്റേത് കൂട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇത് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു കറിയുടെ കളറായിട്ടുണ്ട്, കണ്ടോ? ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച്
അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ മറ്റു നെല്ലുകൂണ് ഞങ്ങളുടെ കറിയുടെ ഓണറാണ് ഞങ്ങളുടെ വലിയ ഞങ്ങളുടെ ഇന്നലെ ഗായ്സ് നിക്കൂച്ചനാണെങ്കിൽ വൈകിട്ട് മീമിയോട് പറയുക, എന്റെ പെണ്ണുമ്പിള്ള കറി വെക്കാൻ പഠിച്ചത് പൊടിയൊക്കെ നല്ല കറക്റ്റായിട്ട് ചേർക്കുന്നുണ്ടെന്ന്. അപ്പൊ മീമി പറഞ്ഞു ഞാനല്ല അമ്മായിയമ്മ ആ കറി ഉണ്ടാക്കിയെന്നാണ് പറയുക. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തെന്ന്. ഇത് 2 മരുമക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആണ് അമ്മായിയമ്മയുടെ കറി എന്ന് പറഞ്ഞാൽ. അവര് നാട്ടിൽ വരുന്നത് തന്നെ അമ്മായിയമ്മയുടെ കറി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കൊച്ചൊക്കെ നാട്ടിൽ വന്നാൽ കറിയുടെ മറ്റൂടെ കറിയുടെ ഫാനാണ്. അടിപൊളിയാണ്. ആസ്ഥാന കുക്കാണ്, അറിയോ? അപ്പോൾ നമ്മുടെ ഒരുവിധം ഇപ്പൊ ഇത് ഒരുവിധം സെറ്റായിട്ടുണ്ട്. മറ്റേ കാപ്പി അവിടെ ബാത്റൂമിന്റെ ലോക്കില്ലേ, അത് പോയ ആ ലോക്ക് വെച്ച് പിടിപ്പിക്കുന്നു. ഉള്ളിലത്തെ ഡോറിന്റെ മറ്റു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഗൂസ്. നമ്മുടെ ഇവിടെ ഉള്ള ഫസ്റ്റ് നോമ്പല്ലേ മീമിയെ? അപ്പൊ മീമി അവിടെ എന്തോ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താന്ന് നോക്കാം. മീമി ഇത് ഫ്രൂട്ട് സലാഡും വേണം, മറ്റോന് ജ്യൂസ് വേണം, മറ്റോന് ഇതേന്ന് വേണം ജ്യൂസ്. ഓക്കെ. ഫ്രൂട്ട് സലാഡ് ഈ പാലെടുത്താലും മറ്റോ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ കവറ് പാല് കുടിക്കില്ല. അപ്പൊ അതിനും പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡിനും തിന്നണമെങ്കിൽ ഈ പാല് വെച്ച് തന്നെ ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മള് പശുവിന്റെ പാൽ, എല്ലാം പശുവിന്റെ പാലാണ്. അതല്ല ഇത് നമ്മുടെ വീടിന് അല്ലാത്ത നാടൻ പാല്. പിന്നെ അതേ പിന്നെ ഞങ്ങളുടെ ഫ്രീസറിൽ വെച്ച പച്ചമുളക് ഗൈസ്, അങ്ങനെ ഗൈസ് നമുക്ക് കുക്കറിൽ അടച്ചു വെച്ചിട്ടുണ്ട്. മറ്റാപ്പി നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുക അല്ലേ മറ്റാപ്പി? നമ്മുടെ ചില വീഡിയോസിൽ മാത്രം മറ്റാപ്പിനെ കാണാൻ സാധിക്കും. അതെന്താണ്? മറ്റാപ്പി ഭയങ്കര റെയർ ആയിട്ട് നടക്കുകയാണ്. മറ്റാപ്പി ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് അല്ലേ മറ്റാപ്പി? മറ്റു ഇവിടെ ഇത് അഴിയുന്നുണ്ട്. അപ്പൊ മറ്റാപ്പി ഞങ്ങൾ കൊണ്ടുപോയി കേക്ക് കൊടുത്തിട്ട് വരാം. അപ്പൊ മിമി ഗോ. എല്ലാം എടുത്തു. അപ്പൊ നമുക്ക് പള്ളിയിൽ നിന്ന് കഞ്ഞി മേടിക്കാനുള്ള പാത്രം എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി കേക്കൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിമിയുടെ ഫോണിനടുത്തുണ്ട്. അപ്പൊ നമുക്ക് പോയി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്ഷീണം, ഭയങ്കര ഞാൻ നല്ല ഡീഹൈഡ്രേറ്റഡ് ആവുന്ന പോലെ, ശരീരമൊക്കെ കുഴയുന്ന പോലൊക്കെ ഉള്ള ഒരു ഫീലിംഗ്. കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. അപ്പോൾ ഇനി എനിക്കുള്ള നാരങ്ങാവെള്ളം ഞാൻ കലക്കണം. ഒരു ഉപ്പ് വെള്ളം എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് മധുരം ഇട്ട നാരങ്ങാവെള്ളം വലിയ താല്പര്യമില്ല. ഉപ്പാണെങ്കിൽ കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട നാരങ്ങാവെള്ളം. കസ്റ്റാർഡ് കുറുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഫ്രൂട്ട് സലാഡ് ഇല്ലാതെ നോമ്പ് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ സമോസയിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ്സ് വൈ സെറ്റിംഗ് ദിസ്. കുഴപ്പമില്ല, ഇങ്ങനൊക്കെ മതി. ഇതെവിടേക്ക് എന്തൊക്കെയോ പാളിപ്പോയിട്ടുണ്ട്, സാരിയില്ല. നമുക്ക് ഇതുപോലൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ 5 എണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പം നമുക്ക് ബാക്കിൽ തുടങ്ങിയിട്ടാണ്. അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഇപ്പം നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് മിനി ഫ്രൂട്ട്സ്? ഏലക്ക, പഴം, ഏത്തപ്പഴം, ആപ്പിള്, മാതളം. തണ്ണിമത്തങ്ങയാണോ ആഡ് ചെയ്യുമോ? ശരി, മധുരമുള്ള തണ്ണിമത്തൻ എനിക്ക് അല്ലാണ്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. എന്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. പിന്നെ ഈന്തപ്പഴം, നട്ട്സ്,
തേൻ വേണ്ട ഇതിന് ഇതുള്ള കസ്റ്റാർഡ് ഉള്ളതുകൊണ്ട് തേൻ വേണ്ട. പിന്നെ വാപ്പി മുന്തിരി കൊണ്ടുവരുന്നുണ്ട്. 9 മുന്തിരി വരുമ്പോ പൂച്ചനിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ എന്തുവായിരുന്നു അതിന്റെ പേര്, മുസമ്പി ഇല്ല, അപ്പൊ മുന്തിരിങ്ങ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കിവി ഉണ്ടടി, ചേർത്തോ, പൊളിച്ച് രസിക്കാം. ചേർത്തുണ്ടോ? സ്ട്രോബെറി ഉണ്ടോ? സ്ട്രോബെറി ഇല്ല, ഒന്നുമില്ല. നമ്മൾ കഴിച്ചായിരുന്നു സ്ട്രോബെറി. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ ഒന്ന് തിന്നിട്ടൊക്കെ ഒറ്റാക്കുകൾ കഴിഞ്ഞ് ഇതോ നമ്മുടെ എല്ലാ പൊരിങ്ങരി. ആ നാരങ്ങാവെള്ളം ഞാൻ ഉപ്പിട്ട മാത്രം, ഞാൻ പോലും കുടിച്ചില്ല ഗൈസ്. അതാണ് കണ്ടോ. പിന്നെ നമ്മുടെ തണ്ണിമത്തം തീർന്നു, ഷേക്ക് തീർന്നു, ഫ്രൂട്ട് സലാഡ്, ചായ കുറച്ചുകൂടി ഉണ്ട്, മറ്റേ അപ്പിക്ക് കുടിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. സമൂസ തീർന്നു. ഇവിടെ ദേ ഒരാള് നോമ്പ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തോ സംഭവിച്ചു പോകുന്നുണ്ട്. മറ്റും എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ്? നോമ്പ് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ക്ഷീണം എങ്ങനെ ഉണ്ട്? അതാണ് ഏറ്റവും വലിയ ക്ഷീണം ഗൈസ്, നോമ്പ് മുറിച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം. അപ്പൊ ഇനി നമുക്ക് ഇനി ഫുഡ് കഴിക്കുമ്പോ കാണാം ഗൈസ്. ഞാൻ പോയി നിസ്കരിക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കേണ്ടത് 3 ദിവസത്തേക്ക് പൊറോട്ടയാണ്. പിന്നെ തേങ്ങാപ്പാല്, ഇത് നാരങ്ങ വെള്ളമാണ്. കറി ഇതാ നമ്മൾ ഒരു കൂട്ടി ഞാൻ വന്നിട്ട് കഴിച്ചോളാം, എനിക്ക് ആയിട്ടില്ല. ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഞാൻ നിസ്കരിക്കാൻ കുനിയൻ്റെ അത് നമ്മുടെ 2ാമത്തെ നോമ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊറോട്ടയും ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് നിക്കൂച്ചൻ ഇപ്പോൾ തറാവി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9:30 ആകുമ്പോൾ നിക്കൂച്ചൻ വരും. അപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും, കാരണം ഭയങ്കര ടയേർഡാണ്. കാരണം രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം ഇരിക്കുന്നു, ഇന്ന് കുറച്ച് നേരം ഇരുന്നാണ്. അപ്പോൾ നിക്കൂച്ചൻ പോകുന്നുണ്ട്. അപ്പോൾ നിക്കൂച്ചൻ പള്ളിയിൽ പോയി. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്നും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സാധനം, പക്ഷേ വയറ് ഫുള്ളാണ്, ഒട്ടും സ്പേസ് ഇല്ല. ഇനി രാവിലെ അപ്പം ഞാൻ പറഞ്ഞു കഞ്ഞിയൊന്നും കുടിക്കാനുള്ള സ്ഥലമില്ല വയറ്റിൽ. അപ്പോൾ നാളെ രാവിലെ അത്താഴത്തിന് എണീറ്റിട്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് അൽഹംദുലില്ലാ നമ്മുടെ 2 നോമ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നു. ഇനിയും ഈ വരുന്ന 28 ദിവസവും നമുക്ക് ഇതുപോലെ സന്തോഷത്തോടെ നോമ്പ് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഹാപ്പി ആയിട്ട് നോമ്പ് പിടിക്കാൻ സാധിക്കട്ടെ. എന്താ പറയുക, എല്ലാവർക്കും ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പല തരത്തിലുള്ള ഹാപ്പിനെസ് ആയിരിക്കും. ചിലരുടെ വീട്ടിൽ നോമ്പ് സമയത്തായിരിക്കും ഈ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ നാട്ടിലോട്ട് വരുന്നത്, പെരുന്നാളൊക്കെ ആഘോഷിക്കാനായിട്ട് അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ രീതിയിൽ പലരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഒന്ന് നോമ്പിൻ്റെ ഹാപ്പി, പിന്നെ വേറൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പിയും ഇവിടെയുള്ള ഫസ്റ്റ് നോമ്പാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, മീമിയും കുച്ചനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ നാളെ രാവിലെ നമ്മൾ ഇൻഷാ അല്ലാഹ് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.